pulling down namne adumathil kudi varuthu stand fast and liberty where the crisis nadasti and be not entangled again with the yoke of bondage. Pulling down stand fast or wretched man that time who shall deliver me from the body of this death. Now there is no more condemnation. Those who are in Christ Jesus, the law, the spirit of life in Christ Jesus has set me free from the law of sin and death. Stand fast and liberty or the Christ ministry and be not entangled again with the yoke of bondage. And now there is no more God is not the other confusion but peace. Now there is no more condemnation. Those who are in Christ Jesus, the law, the spirit of life in Christ Jesus has set me free from the law of sin and death. Pulling down of stand fast. God is not the other confusion but peace. O wretched man that time, who shall deliver me from the body of this death? Now there is no more condemnation. Those who are in Christ Jesus, the law, the spirit of life in Christ Jesus has set me free from the law of sin and death. Exceeding joy. Pulling down of O wretched man that time, who shall deliver me from the body of this death? Now there is no more condemnation. Those who are in Christ Jesus, the law, the spirit of life in Christ Jesus has set me free from the law of sin and death. Exceeding joy, great joy. നാമിനെ അടിമത്തിൽ കുടുങ്ങിപ്പോരുത്. ഇന്ന് പ്രേക്ഷകരെ ഗ്രേസ് മേഴ്സി ആൻഡ് പീസ് ഫ്രം ഗോഡ് ഫാദർ ആൻഡ് ജീസസ് ക്രൈസ്റ്റ് ലോർഡ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വി.ഡി. സതീശനും അതുപോലെ കെ.സി. വേണുഗോപാലിനും അതുപോലെ തന്നെ ശശി തരൂർ അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള UDF ലീഡേഴ്സിന് എൻ്റെ ക്ലാസ്മേറ്റാണ് ലാ കോളേജിൽ പഠിച്ചതായിട്ടുള്ള 1999-2002 ആ ഒരു ഏജ് പീരീഡിനകത്ത്, അതായത് ആ കോഴ്സ് അതിൻ്റെ ഫോമൊക്കെ മേടിച്ച് തുടങ്ങുന്നത് 1999 ഏകദേശം ഒരു ഒക്ടോബർ നവംബർ ആ ഒരു കാലഘട്ടത്തിലൊക്കെയാണ് പിന്നെ ഫോമൊക്കെ ഫില്ല് ചെയ്യുന്നത്. എനിക്ക് എക്സറീസ് കോട്ടയിൽ അവിടെ കിട്ടുവാനിടയിൽ തന്നു. ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി 2000 ശേഷമാണ്. പക്ഷേ അതിനുമ്പോൾ ഫോമൊക്കെ ഇടാൻ അവിടെ പോയിട്ടുണ്ട്. ഗവൺമെൻറ് ലാ കോളേജിൽ, അതായത് 1999-2002 ആ ഒരു 3 ഇയർ കോഴ്സിൽ LLBക്ക് എൻ്റെ കൂടെ പഠിച്ചതായിട്ടുള്ള, അതായത് നമ്മൾ ഒരേ ക്ലാസ് ഇരുന്ന് അല്ലെങ്കിൽ ഒരേ ബെഞ്ചിരുന്നതുപോലെ എൻ്റെ ക്ലാസ്മേറ്റാണ് യൂത്ത് കോൺഗ്രസ്സിലെ പ്രസിഡൻ്റായിരുന്ന ലിജു, ഇപ്പോൾ MLA കായംകുളം MLA ആയിട്ട് മത്സരിച്ച് ജയിച്ചതായിട്ടുള്ള ലിജു എന്ന് പറഞ്ഞാൽ എൻ്റെ ക്ലാസ്മേറ്റാണെന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട്. പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് ദുഃഖമുണ്ട്. മുസ്ലിങ്ങളെ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് കൈകോർത്തിരിക്കുന്നതായിട്ടുള്ള വി.ഡി. സതീശൻ, കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല അങ്ങനെയുള്ള UDF ലീഡേഴ്സും അടങ്ങുന്നതായിട്ടുള്ള UDF ജമാഅത്ത് ഇസ്ലാമി അല്ലെങ്കിൽ ഇസ്ലാം മത സംഘടനയായിട്ടുള്ള കൈകോർത്ത് ഇരിക്കുന്ന ആ സംഘടനയിൽ പെട്ടുപോയതിനെ ഓർത്ത് എൻ്റെ പൊന്നു ലിജു എനിക്ക് ദുഃഖമുണ്ട്. പുള്ളിംഗ് ഡൗൺ സ്ട്രോങ്സ് ആ ഒരു കാര്യത്തിൽ UDFനോട് ഒരിക്കലും നമുക്ക് യോജിക്കാൻ ഒക്കത്തില്ല. കാരണം ഒരു വിഷപ്പാമ്പിൻ്റെ കൂടെയാണ് സഖ്യത ചെയ്തിരിക്കുന്നത്. UDF എന്ന് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഒരു ആൻറ്റി ക്രൈസ്റ്റ് റിലീജിയൻ വിഷപ്പാമ്പിൻ്റെ കൂടെയാണ് സഖ്യത ചെയ്തിരിക്കുന്നത്. നോൺ മുസ്ലിംസിൻ്റെ കയ്യും കാലും വെട്ടുക, അല്ലെങ്കിൽ അവരുടെ സ്ത്രീകളെ റേപ്പ് ചെയ്യുക, നോൺ മുസ്ലിംസിനെ നിങ്ങൾ മാക്സിമം ഒതുക്കി അവരോട് പരുഷമായിട്ടും റൂഡായിട്ടും അല്ലെങ്കിൽ പരുഷമായിട്ട് പെരുമാറുക, അവരുടെ കൈകളും കാലുകളും വെട്ടുക, അവരുടെ വിരലുകൾ മുറിച്ച് കളയുക, അവരുടെ പിരടിക്ക് പിടിക്കുക, അവരുടെ പിരടിക്ക് വെട്ടുക, മനസ്സിലായില്ലേ? പിന്നെ അതായത് ബഹുദൈവ ആരാധികളെ കണ്ടെടുത്ത് വെച്ച് കൊന്നുകളയുക, ഇങ്ങനെയൊക്കെ പറയുന്നതായിട്ടുള്ള ഈ ഇസ്ലാം റിലീജിയൻ ഫോളോ ചെയ്യുന്നുള്ള വിഷം, ആ ഒരു വിഷത്തെ ആ വിഷമമായിട്ട് കൈകോർത്തിരിക്കുന്ന UDFനോട് നമുക്ക് ഒരു കാരണവശാലും യോജിക്കാക്കത്തില്ല. UDF itself is not a poison or not a sin, but when UDF joins with Jamaat Islami and some other Islamic groups in order to destroy the non-Muslims such as Christians, Hindus, etc., Sikhs, etc., that thing, that evil tendency, that we are resisting, pulling down strongholds, casting down imaginations as free peace, that we are pulling down strongholds as free peace, resisting, pulling down strongholds, casting down imaginations, and be not entangled again with the yoke of bondage, that we are resisting in the name of our God is not the other confusion but of peace. നാം പിന്നെയും ഭയപ്പെടേണ്ടതിന് ബന്ധനത്തിൻ്റെ ആത്മാവിനല്ല അബ്ബാപിത എന്ന് വിളിക്കുന്ന സൺഷിപ്പിൻ്റെ ആത്മനത്തെ പ്രാപിച്ചത്, ഭീരുത്വത്തിൻ്റെ ആത്മാവിനല്ല ശക്തിയുടെയും സ്നേഹത്തിൻ്റെ സുബോധത്തിൻ്റെ ആത്മനത്തെ കൂടി സേഫുൾ ദൈവം നമുക്ക് നൽകിയത്. That means that Jamaat Islami, that kinds of that evil relationship, evil bonds, and every evil bonds with the Jamaat Islami, that means UDF Jamaat Islami evil bonds, and also UDF
with other Islamic groups. That means every evil bonds of Jamaat-e-Islami, every evil bonds of UDF with Jamaat-e-Islami and other Islamic groups that we are resisting in the name of our own Lord and Savior Jesus Christ, pulling down of strongholds. നാം ഇനി അടിമത്തിൽ കൂടി God is not the other confusion but of peace, pulling down of strongholds, casting down imaginations. Every evil bonds of UDF with Jamaat-e-Islami and other Islamic organizations be broken, be cancelled and be destroyed completely in the name of our Lord and Savior Jesus Christ, giving thanks to our Father and the Savior, the Lord, pulling down of God is not the other confusion but of peace, pulling down of strongholds. Forbidden you have counter liberty. God is not the other confusion but of peace, as we peace you, the Savior, the Lord, pulling down of exceeding joy, great joy, Lord of peace. അപ്പോൾ വി ഡി സതീശനോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രം ജില്ലയിലെ ട്രിവാൻഡ്രം കോർപ്പറേഷനിലുള്ള വലിയോളയ്ക്ക് തൊട്ട് താഴെയുള്ള കുണ്ടാങ്കടവ് റിവർ ബ്രിഡ്ജിൻ്റെ തൊട്ട് താഴെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. റിവർ ബ്രിഡ്ജിൻ്റെ തൊട്ട് താഴെയാണ് പുള്ളിംഗ് ഡൗൺ സ്ട്രോങ്ഹോൾഡ്സ് ഞാൻ നിലകൊള്ളുന്നത്. നദിയിൽ വെള്ളം ഓവർഫ്ലോ ഒന്നും ആയിട്ടില്ല. മലയ്ക്ക് മഴ പെയ്തത് കൊണ്ട് കുറച്ച് കലക്കൊള്ളം പോലെ തോന്നുന്നേ ഉള്ളൂ. കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ ഉള്ളതുപോലെ നല്ല തെളിഞ്ഞ വെള്ളമല്ല. മാത്രമല്ല വെള്ളം അധികം കുറച്ച് കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ പണ്ടത്തെ പോലെയല്ല, ചെറുതായിട്ട് ഫ്ലോ ഒക്കെ ഉണ്ട്. അതിൻ്റെ കളർ മാറിയെന്നുള്ളൂ, കാരണം മലയ്ക്ക് മഴ പെയ്തുകൊണ്ടായിരിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ ഏഷ്യയിലെ സൗത്ത് ഇന്ത്യയിലെ സൗത്ത് കേരളത്തിൽ അതിൻ്റെ തലസ്ഥാനം ക്യാപിറ്റൽ സിറ്റി ആയിരിക്കുന്ന ട്രിവാൻഡ്രം കോർപ്പറേഷൻ്റെ ഒരു ബോർഡറിൻ്റെ അടുത്ത്, അതായത് ഈ ബോർഡറിൻ്റെ അപ്പുറത്താണ്. ആഫ്റ്റർ ക്രോസിംഗ് ദിസ് റിവർ ബ്രിഡ്ജ് we can enter into Vilappil Panchayat. That is a Panchayat area. But before that, we can see Trivandrum Corporation. That means I am standing in Corporation, Trivandrum Corporation areas. I am standing in a Trivandrum Corporation area. That is Trivandrum Corporation. That means nearly Tirumala village or something like that. But some evil bonds of UDF and other Congress organizations with the Jamaat-e-Islami and other Islamic pulling down strongholds, casting down imaginations, Islamic organizations and other Islamic organizations, that evil bonds, that means the destruction bonds, that is a tendency to destroy India, Kerala, etc., etc. That destruction trends, that destruction tendencies of UDF with the Jamaat-e-Islami, that destruction tendencies of UDF bonds with the Jamaat-e-Islami be broken, be cancelled and be destroyed completely in the name of our one Lord and Savior Jesus Christ, giving thanks to God the Father and the Savior, the Lord, pulling down of നാം ഇനി അടിമത്തിൽ കുടുങ്ങിപ്പോരുത്. കാരണം ജമാഅത്തെ-ഇസ്ലാമി എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം ആദർശപ്രകാരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയെ, നമ്മുടെ ദേശത്തെ എങ്ങനെ തകർക്കുമെന്നും, അതുപോലെ തന്നെ പഞ്ചാബിലൊക്കെ 2 വർഷം സ്ഫോടനം, ഇന്നത്തെ പേപ്പറിൽ അങ്ങോട്ട് സ്ഫോടനം ഉണ്ടായി, ഏതൊരു സ്ഥലത്ത് സ്ഫോടനം ഉണ്ടായതായിട്ടൊക്കെ വായിക്കുന്നു. ഇന്നത്തെ തീയതി എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 May 2026, ഇന്നൊരു വ്യാഴാഴ്ചയാണ്. അപ്പോൾ അതുപോലെ ജമാഅത്തെ-ഇസ്ലാമി ഇങ്ങനെ കയറൂരി വിട്ട് കഴിഞ്ഞാൽ ഇന്ത്യയും കേരളത്തെയും നശിപ്പിക്കുക, നോൺ മുസ്ലിംസിനെ നശിപ്പിക്കുക എന്നുള്ള അജണ്ട അവരുടെ ഹൃദയത്തിലുള്ളത് കൊണ്ട് അവരെന്ത് ചെയ്യും? അവർ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കും. പിന്നെ ഇസ്ലാമിനെ ഈ നേതാക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാം അവരെ ഉപയോഗിക്കാൻ ഇടയിത്തീരും. അതുകൊണ്ട് ഇസ്ലാമുമായിട്ട് യാതൊരു വിധമായിട്ടുള്ള ബോണ്ടും ഫോം ചെയ്യാതിരിക്കാൻ നല്ലത്. കണ്ടാ ജസ്റ്റ് ചിരിക്കുക തോന്നുവാണെങ്കിൽ. ആ വ്യക്തികളോട് നമുക്ക് വിരോധമില്ല. പിന്നെ നേരെ മറിച്ച് ജാമ്യത്തെ ടീച്ചറോ അല്ലെങ്കിൽ എക്സ് മുസ്ലിം ആളുകളെ നമുക്ക് എന്ത് ചെയ്യാം? സകല ശോധനയും നല്ലത് മുറുകെപ്പെടുത്തും, സകല ദോഷത്തെ വിട്ടകലും നമുക്ക് എക്സാമിൻ ചെയ്തിട്ട് നമുക്ക് അവരോട് സഹകരിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഈ മുസ്ലിങ്ങളോട്, അതായത് മീശ എടുത്തിട്ട് താടി വടിക്കുന്ന കുറേ മുസ്ലിങ്ങളുണ്ട്. അതായത് ആൻറ്റി ക്രൈസ്റ്റ് റിലീജിയൻ, അതായത് പുത്രനെ നിഷേധിക്കുന്നതിന് പിതാവ് കൂടിയില്ലെന്ന് പറയുന്നു, പുത്രനെ സ്വീകരിക്കുന്നതിന് ഫാദർ കൂടിയുണ്ട്. ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ദേവൻ ജനിച്ചിട്ടുമില്ല, ഇനി ജനിക്കുന്നുമില്ല എന്നുള്ള അർത്ഥത്തിൽ അതായത് ഇവരുടെ ദേവന് പുത്രനുമില്ല, കുടുംബമില്ല എന്ന് പറയുന്നത്. പക്ഷേ ജീസസ് ക്രൈസ്റ്റ് അങ്ങനെയാണോ ജനിച്ചത്? ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് വരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ പിതാവിനോട് കൂടി ആയിരുന്നു. ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ് ആൻഡ് ദ വേർഡ് വാസ് വിത്ത് ഗോഡ് ആൻഡ് ദ വേർഡ് വാസ് ഗോഡ് ആൻഡ് ഹി വാസ് ഇൻ ദ ബിഗിനിങ് വിത്ത് ഫാദർ എന്നാണ് പുള്ളിംഗ് ഡൗൺ സ്റ്റോൺസ്. ഗോഡ് ഈസ് നോട്ട് ദി അതർ കൺഫ്യൂഷൻ ബട്ട് ഓഫ് പീസ്. ഹി വാസ് ഇൻ ദ ബിഗിനിങ് വിത്ത് ഫാദർ എന്നാണ് നമ്മൾ വേർഡ് ഓഫ് ഗോഡ് ബൈബിളിൽ വായിക്കുന്നത്. മാത്രമല്ല വചനം ജഡമായി തരും. ദ വേർഡ് വേർഡ് വാസ് മാനിഫെസ്റ്റഡ്, അല്ലെങ്കിൽ ഗോഡ് വാസ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ്. വേർഡ് ബിക്കെയിം ഫ്ലഷ് എന്നാണ് നമ്മൾ വായിക്കുന്നത്. മനസ്സിലായില്ലേ?
ഔട്ട് ഓഫ് ഹിസ് ഫുൾനെസ് വി ആൾ റിസീവ്ഡ് ഗ്രേസ് ഓർ ഗ്രേസ് അഗെയിൻസ്റ്റ് ഗ്രേസ് എന്നാണ് വായിക്കുന്നത്. അതായത് ഓരോ ദിവസം ഗ്രേസ് നമുക്ക് എന്ത് ചെയ്യും, ആഡ് ചെയ്തുകൊണ്ടിരിക്കും, പുള്ളിങ് ഡൗൺ സ്ട്രോൾസ്. മാത്രമല്ല ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു, കൃപയും സത്യവും നമ്മുടെ കർത്താവ് ജീസസ് ക്രൈസ്റ്റ് മുഖാന്തരം എക്സീഡിംഗ് ജോയ് ഗ്രേറ്റ് ലോർഡ് ഓഫ് പീസ് സ്റ്റാൻഡ് ഫാസ്റ്റ് ആൻഡ് ലിബർട്ടി വെർത്ത് ക്രൈസ്റ്റസ് വെൻഡസ്ഫ്രീ ആൻഡ് ബി നോട്ട് എൻഡേങ്കിൾഡ് അഗൈൻ വിത്ത് യോക്കമണ്ടേ ലിവിംഗ് ഗോഡ് ഹൂ ഈസ് റിച്ച്ലി ആൾ തിങ്സ് എൻജോയ് ഗോഡ് ഈസ് നോട്ട് യാതൊരു കൺഫ്യൂഷൻ ബട്ട് പീസ്. ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു, കൃപയും സത്യവും നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം ലഭിച്ചു എന്നാണ് പുള്ളിങ് ഡൗൺ സ്ട്രോൾസ് ഫോർ ബദനി ഹോൾമിറ്റി. കൃപയും സത്യവും നമ്മുടെ എന്താണ് അവർ ഓൺലോഡ് ജീസസ് ക്രൈസ്റ്റ് മുഖാന്തരം ലഭിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്, മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരെ മറിച്ച് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗോഡിന് അങ്ങനെ ഗോഡിന് അങ്ങനെ ദൈവം മനുഷ്യനായിട്ട് വരേണ്ട കാര്യമില്ലെന്നും ക്രൂശിൽ മരിക്കേണ്ട കാര്യമില്ലെന്നും ഉയർത്തെഴുന്നേൽക്കേണ്ട കാര്യമില്ലെന്നും അവർ എന്താണ് ഗോഡ് ഈസ് നോട്ട് യാതൊരു കൺഫ്യൂഷൻ ബട്ട് എ പീസ് പുള്ളിങ് ഡൗൺ സ്ട്രോൾസ് തെറ്റായി പഠിപ്പിക്കുമ്പോൾ ഗോഡ് ഈസ് നോട്ട് യാതൊരു കൺഫ്യൂഷൻ ബട്ട് എ പീസ് അവരെന്താണ് ദൈവം ജഡത്തിൽ വെളിപ്പെട്ടില്ല എന്ന്, അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റിന് ജഡത്തിൽ വെളിപ്പെട്ടിട്ടില്ല എന്ന് എന്താണ് പ്രസ്താവിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ കൺഫസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനെ എന്താണ് ചിന്തിക്കുന്നത്, മനസ്സിലായില്ലേ? അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന വഞ്ചകന്മാർ എന്നുള്ള അർത്ഥത്തിലൊക്കെ നമുക്ക് ബൈബിൾ വായിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഒരു വഞ്ചന, അതായത് ജീസസ് ക്രൈസ്റ്റ് ജഡത്തിൽ വെളിപ്പെട്ടിട്ടില്ല, ക്രൂശിൽ മരിച്ചിട്ടില്ല, ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ പുള്ളിങ് ഡൗൺ സ്ട്രോൾസ് ഒരാളിൻ്റെ രക്ഷ എങ്ങനെയാണ് ആ വ്യക്തിക്ക് എന്താണ് പ്രാപിക്കാൻ കഴിയുന്നത്, പുള്ളിങ് ഡൗൺ സ്ട്രോൾസ്. അപ്പോൾ അത് ബൈബിളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അത് കൂടാതെ ഖുർആനൊക്കെ എടുത്ത് വായിക്കുമ്പോഴത്തേക്കും എന്താണ് അവിടെ പിന്നെ അവരുടെ ദേവന്, അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് എങ്ങനെ പുത്രനില്ല, അല്ലെങ്കിൽ എന്താണ് കുടുംബമില്ല എന്നൊക്കെയാണ് വായിക്കുന്നത്. മനസ്സിലായി? കുടുംബത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് അവർ പറയുന്നൊരു ചുരുക്കം അത്രയേ ഉള്ളൂ, ദൈവം അങ്ങനെ അതായത് ദൈവം അങ്ങനെ മാനുഷ്യ രൂപത്തിൽ എന്ത് ചെയ്തിട്ടില്ല, ജീസസ് ക്രൈസ്റ്റ് വചന ജഡമായി തീർന്നിട്ടില്ല, അല്ലെങ്കിൽ ഗോഡ് വാസ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ് എന്നുള്ളതിന് വിരുദ്ധമായിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലെന്നുള്ള അർത്ഥത്തിലാണ് മുസ്ലിങ്ങൾ പഠിപ്പിക്കുന്നത്. മാത്രമല്ല പിന്നെ നോൺ മുസ്ലിംസിനോട്, അതായത് മുസ്ലിം അല്ലാത്തവരെ വെട്ടുകയും കൊല്ലുകയും തകർക്കുകയും മുടിക്കുകയും ചെയ്യുക എന്നാണ് വായിക്കുന്നത്. പിന്നെ ശാസ്ത്രീയ അബദ്ധങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താണ് മോളി ചേച്ചിയോട് നെജിബറിനോടൊക്കെ പറയുകയാണെങ്കിൽ എൻ്റെ പൊന്നോ ഒരു കുട്ടയ്ക്ക് ഒരു കൂമ്പാരമുണ്ട് പുള്ളിങ് ഡൗൺ സ്ട്രോൾസ്, അതായത് ശാസ്ത്രീയമായ അബദ്ധങ്ങൾ. 2 ദിവസം കൊണ്ടാണോ സൃഷ്ടിച്ചത്, 8 ദിവസം കൊണ്ടാണോ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, അവർക്ക് തന്നെ നല്ല ഉറപ്പില്ല. പിന്നെ മാത്രമല്ല മുഹമ്മദ് ഒരു നല്ലൊരു എന്താണ് ബലാത്സംഗിയായിരുന്നു. നാടൻ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൂവാങ്കോഴി ചിലപ്പോൾ തോറ്റു, മനസ്സിലായില്ലേ? എന്ന് മാത്രമല്ല സ്ത്രീകളെ അയാൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും കുളിക്കാതെയാണ്, മനസ്സിലായില്ലേ, പല ആളുകളെയും എന്ത് ചെയ്യുന്നത്, പിന്നെ മറ്റ് പല സ്ത്രീകളോടും വസിക്കുന്നത്. മനസ്സിലായില്ലേ? ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പിന്നെ എങ്കിലും മനസ്സിലാവുന്ന രീതിയിൽ പറയാൻ ശ്രമിക്കാം. എന്ന് മാത്രമല്ല അയാൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മുഹമ്മദ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഗോത്രത്തിൽ ചെന്നിട്ട് അവിടുത്തെ പിന്നെ നേതാക്കന്മാരെ, പുരുഷന്മാരെല്ലാം കൊല്ലും. ദാറ്റ് മീൻസ് ഭർത്താക്കന്മാരെയും ആങ്ങളമാരെയും പിന്നെ അതുപോലെ തന്നെ അച്ഛന്മാരെയൊക്കെ കൊന്നിട്ട് അവിടുത്തെ കന്യകമാരെയും വിവാഹം കഴിഞ്ഞ സ്ത്രീകളെ അടിമകളാക്കി, ലൈംഗിക അടിമകളാക്കി പിടിച്ചുകൊണ്ട് പോയിട്ട് അവരുടെ കൂടെ ശയിക്കുക എന്നുള്ള രീതിയാണ് എന്താണ് ഈ മുഹമ്മദ് എന്ന എന്താണ് ഈ റേപ്പിസ്റ്റിൻ്റെ ജോലി. അതായത് കോഴിയുടെ പേര് ഞാൻ പറയുന്നില്ല, കാരണം കോഴിക്കൊരു അപമാനമാണ്. കാരണം വെളുപ്പാങ്കാലത്ത് മനുഷ്യനെ അലാറം പോലെ കൂകി ഉണർത്തുന്നത് എന്താണ് പൂവൻകോഴിയാണ്. അപ്പോൾ കോഴി പറയും എൻ്റെ പേര് മേലാൽ എടുത്തിട്ട് അപമാനിക്കരുത്. പൂവൻകോഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പിടക്കോഴിയായിട്ട് മനസ്സിലാകുന്നുണ്ടോ, ആ ഒരു എന്താണ് ഓസ്പ്രിങ് നിലനിർത്തേണ്ടതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അപ്രകാരം ഒരു ആകർഷണമുള്ളത്. അല്ല പൂവൻകോഴി ഇങ്ങനെയുള്ള എന്താണ് വൃത്തിയിട്ട പരിപാടികളൊന്നും ചെയ്യത്തില്ല. മാത്രമല്ല പിന്നെ പീക്കോക്ക്, മയിൽ പോലും അങ്ങനെ ചെയ്യത്തില്ല. അതുകൊണ്ട് മൃഗങ്ങളുടെ, കോഴിയുടെ പേര് പറയാത്തതാണ്. അതായത് അങ്ങനത്തെ ഒരു വൃത്തികെട്ട ഒരു പിന്നെന്താണ് ഒരു ആഭാസനായിരുന്നു ഈ മുഹമ്മദ്. അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഖുർആനൊക്കെ എടുത്ത് വായിച്ചു നോക്കണം. എന്ന് മാത്രമല്ല 6-ാം നൂറ്റാണ്ടിൽ ആവർത്തിച്ചതായിട്ടുള്ള ക്രൂരതകൾ, അതായത് ഏതെങ്കിലും ഗോത്രത്തിൽ മുഹമ്മദ് പറഞ്ഞ പോലും ലോകമൊത്തം ഇസ്ലാം ആവുന്നവരെ നിങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുക എന്ന് പറയുന്നതായിട്ടുള്ള ആ ഒരു പ്രമാണം, അതിനനുസരിച്ച് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞു നിങ്ങൾ ഭൂലോകത്തൊക്കെ ഗോസ്പൽ അറിയിക്കുക, അനേക ജാതികളെ ശിഷ്യരാക്കുക എന്ന് നമ്മൾ പറഞ്ഞില്ലേ. അതിൻ്റെ നേരെ വിരുദ്ധമായിട്ട് AD ഒരു 632 മരിച്ച ശേഷം ഈ മുഹമ്മദ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ റേപ്പിസ്റ്റിൻ്റെ മനസ്സിലാകുന്നുണ്ടോ ശിഷ്യന്മാർ, അതായത് ക്രൂര ശിഷ്യന്മാർ വന്നിട്ട് ലോകത്തെ കീഴടക്കി റേപ്പിസവും അതുപോലെ തന്നെ ക്രൂരതയും ആ രാജ്യം പിടിച്ചെടുക്കലും അവിടുത്തെ ആളുകളെ നോൺ മുസ്ലിംസിനെയൊക്കെ വെട്ടുകയും കൊല്ലുകയും നശിപ്പിക്കുകയും ചെയ്ത് അങ്ങനെ സ്ഥാപിച്ച് വളർന്നു വലുതായ ഒരു മതമാണ് ഇസ്ലാം റിലീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവരെ ഫോളോ ചെയ്യുന്ന പിന്നെന്താണ് പിൽക്കാലത്ത് അവരെ ഫോളോ ചെയ്യുന്ന എന്താണ് ജമാഅത്ത് ഇസ്ലാമി, അതുപോലെ ഇസ്ലാമിക് ഓർഗനൈസേഷൻസിനെ അവരുമായിട്ട് കൈകോർക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മരണമായിട്ടും പാതാളമായിട്ടും എന്താണ് കൈകോർക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ UDF വോട്ട് ചെയ്ത് സന്തോഷിക്കുന്ന ക്രിസ്ത്യാനികളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കരുതും പോലെ അത്ര ശുദ്ധമല്ല UDF എന്ന് പറയുന്നത്. ഐസ് മല പോലെയാണ്, മഞ്ഞ് മല പോലെയാണ്. VD സതീശനുമായിട്ടും KC വേണുഗോപാലുമായിട്ടും
അതുപോലെ തന്നെ എന്താണ് രമേശ് ചെന്നിത്തല, അവർക്ക് പ്രശ്നമില്ല. പക്ഷെ അവർ ഇസ്ലാമുമായിട്ട് ഈവിൾ ബോണ്ട് ചെയ്യുന്ന ഈ അവസരത്തിൽ അങ്ങനെയുള്ള UDF-നെ ഇനിയെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. മാത്രമല്ല അവരുടെ ഉടായ്പകൾ. ഇത്രയും കാലം നമ്മുടെ ടാർഗറ്റ് പിണറായി വിജയനായിരുന്നു. ഇനി നമ്മുടെ ടാർഗറ്റ് പിണറായി വിജയനിൽ നിന്ന് മാറ്റിയിട്ട് മനസ്സിലാകുന്നില്ല. ഈ ഇറങ്ങിപ്പോകുന്ന മനുഷ്യരെന്ന് നമ്മളെ പിന്നെ ചെയ്തിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് കാര്യമില്ല. ആ വ്യക്തിക്കൊരു എന്താണ് റിപ്പൻറ്റൻസ്, ക്രൈസിസിൽ വിശ്വസിച്ച് എന്താണ് ഗോഡ് ഈസ് നോട്ട് ദി അതർ കൺഫ്യൂഷൻ ബട്ട് എ പീസ്, പിന്നെ വാട്ടർ ബാപ്റ്റിസവും അതുപോലെ തന്നെ എന്താണ് ക്രൈസിസസുമായിട്ടൊരു കമ്മ്യൂണിയൻ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, വിഷ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വ്യക്തിയോട് നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ആശംസിക്കാൻ കഴിയട്ടെ നമുക്ക് എന്താണ് ആഗ്രഹിക്കാം. പിണറായി വിജയന് രക്ഷ ലഭിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. എനിക്ക് പിണറായി വിജയനോട് വ്യക്തിപരമായിട്ട് ഒരു വിദ്വേഷമില്ല. പക്ഷേ പുള്ളിയുടെ ഈ 10 വർഷത്തെ തെറ്റായ ഭരണ നയങ്ങൾ അതിനോടാണ് നമ്മൾ എതിർക്കുന്നത്. VD സതീശനോടോ വേണുഗോപാലിനോടോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോടോ പിന്നെ AK ആൻ്റണിയോടോ ശശി തരൂരിനോടോ എനിക്കൊരു വിരോധമില്ല. പക്ഷെ അവർക്ക് അവരുടെ ഇസ്ലാമുമായിട്ടുള്ള കൈകോർക്കൽ, പുള്ളിംഗ് ഡൗൺ സ്റ്റാൾസ് ആൻഡ് ബി നോട്ട് എൻഡേങ്കിൾഡ് അഗൈൻ വിത്ത് യോക്കമുണ്ട് ലിവിംഗ് ഔട്ട് ഹൂഗീസ് റിച്ച്ലി ആൾട്ടിങ് സെൻച്വർ, ഇസ്ലാമുമായിട്ടുള്ള കൈകോർക്കൽ, ആ തെറ്റായ കൈകോർക്കൽ, അതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പൊന്ന് പ്രേക്ഷകരെ, ഇനി തൊട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, UDF, അതായത് കോൺഗ്രസ് ക്രിറ്റിസിസംസ് അല്ലെങ്കിൽ എന്താണ് പിന്നെ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ധാരാളമായി പ്രതീക്ഷിക്കാം വിത്ത് തെളിവോടുകൂടി. അതിനോടൊപ്പം ചേർന്ന് നമ്മുടെ മറുനാട് ഷാജനുള്ള റിപ്ലൈ സീരീസൊക്കെ കണ്ടിന്യൂ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ പണ്ട് ചെയ്തതുപോലെയുള്ള നിരീശ്വരവാദികൾക്കുള്ള റിപ്ലൈ സീരീസ് അത് കണ്ടിന്യൂ ചെയ്യും. പിന്നെ സനാതനധർമ്മവാദികളോടുള്ള റിപ്ലൈ സീരീസ് അത് കണ്ടിന്യൂ ചെയ്യും. അതായത് നമ്മളെന്താണ് RSSകാരോട്, അതായത് ഹിന്ദു പുരാണ വിമർശനങ്ങൾ, അതും നമ്മൾ കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ പല പല കാര്യങ്ങളും ജോലികളും ഉണ്ട്. അത് കലാപരമായിട്ടും നമുക്ക് ചെയ്യാൻ ആഗ്രഹിക്കാം. എന്തായിരുന്നാലും ഒരു പാട്ട് പാടി നമുക്ക് തൽക്കാലം നിർത്താം. ഇത് നമുക്ക് വീണ്ടും തുടരാം. മനസ്സിലാകുന്നുണ്ട്. നരേന്ദ്രമോദി റൂൾഡ് ഇൻ ദ ഇന്ത്യൻ യൂണിയൻ, PV Jayan ruled in the state of Kerala. പുള്ളിംഗ് ഡൗൺ സ്റ്റോൾസ്. PV Jayan എന്ന് വെച്ചാൽ ആരാണ്? പിണറായി വിജയൻ. PV Jayan ruled in the state of Kerala. പുള്ളിംഗ് ഡൗൺ സ്റ്റോൾസ്. PV Jayan ruled in the state of Kerala. പുള്ളിംഗ് ഡൗൺ സ്റ്റോൾസ്. അതായത് പിണറായി വിജയൻ റൂൾഡ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള ആസ് ഫ്രീ പീസ് ടു പുള്ളിംഗ് ഡൗൺ സ്റ്റോൾസ്. നാമിനെ അടിമത്തിൽ കൂടി വരുത്. PV Jayan ruled in the state of Kerala. അതായത് നരേന്ദ്രമോദി റൂൾഡ് ഇൻ ദ ഇന്ത്യൻ യൂണിയൻ, PV Jayan ruled in the പുള്ളിംഗ് ഡൗൺ സ്റ്റോൾസ്. അതായത് നരേന്ദ്രമോദി കേന്ദ്ര മന്ത്രിസഭ ഭരിച്ചിരുന്നു, ഭരിക്കുന്നു. പിണറായി വിജയൻ സ്റ്റേറ്റ് ഓഫ് കേരള ഭരിച്ചിരുന്നു. നമുക്കൊന്നുകൂടെ നോക്കാം. പുള്ളിംഗ് ഡൗൺ സ്റ്റോൾസ്, കാസ്റ്റിംഗ് ഡൗൺ ഇമാജിനേഷൻസ്. നരേന്ദ്രമോദി റൂൾഡ് ഇൻ ദ ഇന്ത്യൻ യൂണിയൻ, PV Jayan ruled in the state of Kerala. ഇവരിൽ ഒന്നുമല്ല നിത്യരക്ഷ, ക്രൈസിസിൽ നമ്മുടെ നിത്യരക്ഷ. ഇവരിൽ ഒന്നുമല്ല നിത്യരക്ഷ, ക്രൈസിസിൽ നമ്മുടെ നിത്യരക്ഷ. ദക്ഷിണ വിഷമാം ഇസ്ലാമതം, ദക്ഷിണ വിഷ പാർട്ടി CPM-ഉം. ദക്ഷിണ വിഷമാം ഇസ്ലാമതം, ദക്ഷിണ വിഷ പാർട്ടി CPM-ഉം. ഇസ്ലാം മതത്തെ പ്രീണിപ്പിച്ച് വോട്ട് ബാങ്ക് ഉറപ്പാക്കും ഇടവലത്. പുള്ളിംഗ് ഡൗൺ സ്റ്റോൾസ്. ഇസ്ലാം മതത്തെ പ്രീണിപ്പിച്ച് വോട്ട് ബാങ്ക് ഉറപ്പാക്കും ഇടവലത്. ഇവരിൽ ഒന്നുമല്ല നിത്യരക്ഷ, ക്രൈസിസിൽ നമ്മുടെ നിത്യരക്ഷ, ക്രൈസിസിൽ നമ്മുടെ നിത്യരക്ഷ. നരേന്ദ്രമോദി റൂൾഡ് ഇൻ ദ ഇന്ത്യൻ യൂണിയൻ, PV Jayan ruled in the state of Kerala. ഇവരിൽ ഒന്നുമല്ല നിത്യരക്ഷ. പുള്ളിംഗ് ഡൗൺ സ്റ്റോൾസ്. ക്രൈസിസിൽ നമ്മുടെ നിത്യരക്ഷ, ക്രൈസിസിൽ നമ്മുടെ നിത്യരക്ഷ. ഇനി RSSകാർക്കുള്ള പണി വേറെ വരുന്നുണ്ട്.
അവർണ്ണ ക്രൈസ്തവ പീഡനങ്ങൾ നടത്തി അതിൽ തന്നെ തുടർന്നവർ RSS ദൾ. അവർണ്ണ ക്രൈസ്തവ പീഡനങ്ങൾ നടത്തി അതിൽ തന്നെ തുടർന്നവർ RSS ദൾ. ഇസ്ലാം പ്രീണന കോൺഗ്രസ് പാർട്ടിയും ഇസ്ലാം പ്രീണന കോൺഗ്രസ് പാർട്ടിയും സനാതന വിഷമയം RSS പുള്ളിംഗ്ടൺ സ്റ്റോൾസ്. ഇസ്ലാം പ്രീണന കോൺഗ്രസ് പാർട്ടിയും സനാതന വിഷമയം RSS ദൾ. പുള്ളിംഗ്ടൺ സ്റ്റോൾസ്. what is not the other confusion but a piece. ഇസ്ലാം പ്രീണന കോൺഗ്രസ് പാർട്ടിയും സനാതന വിഷമയം RSS ദൾ. ഇവരിൽ ഒന്നുമല്ല നിത്യരക്ഷ. ക്രൈസ്റ്റ് ജീസസിൽ നമ്മുടെ നിത്യരക്ഷ. ക്രൈസ്റ്റ് ജീസസിൽ നമ്മുടെ നിത്യരക്ഷ. ക്രൈസ്റ്റ് ജീസസിൽ നമ്മുടെ നിത്യരക്ഷ. ഇസ്ലാം പ്രീണന കോൺഗ്രസ് പാർട്ടിയും സനാതന വിഷമയം RSS ദൾ. ഇവരിൽ ഒന്നുമല്ല നിത്യരക്ഷ. ക്രൈസ്റ്റ് ജീസസിൽ നമ്മുടെ നിത്യരക്ഷ. ക്രൈസ്റ്റ് ജീസസിൽ നമ്മുടെ നിത്യരക്ഷ. പുള്ളിംഗ്ടൺ സ്റ്റോൾസ്. ക്യാൻഷ്യൻ ഓൺ ഇമാജിനേഷൻസ് ആസ്പിറേറ്റീവ്. ഇവരിൽ ഒന്നുമല്ല നിത്യരക്ഷ. God is not the other confusion but a peace. ആസ്പിറേറ്റീവ്. ഇവരിൽ ഒന്നുമല്ല നിത്യരക്ഷ. ക്രൈസ്റ്റ് ജീസസിൽ നമ്മുടെ നിത്യരക്ഷ. ക്രൈസ്റ്റ് ജീസസിൽ നമ്മുടെ നിത്യരക്ഷ. ക്രൈസ്റ്റ് ജീസസിൽ നമ്മുടെ നിത്യരക്ഷ. പുള്ളിംഗ്ടൺ ഓഫ്. അപ്പോൾ എന്തായിരുന്നാലും ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പ്രതിപാദിക്കാം. എന്തായാലും BJPക്ക് 3 സീറ്റ് കിട്ടി. കോൺഗ്രസ്സിന് UDFന് 102, മറ്റവർക്കും 35 കിട്ടി LDFന്. എന്തായിരുന്നാലും ഇനിയുള്ള ഭരണം എങ്ങനെയാണെന്ന് കാത്തിരിക്കാം. എന്തായാലും ഒരു കാര്യം ഉറപ്പ്, ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ ജഹോവയെങ്കിൽ വരുന്നു. നിൻ്റെ കാൽ വഴുതുവാനവൻ സമ്മതിക്കില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുമില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങിയല്ലോ മയങ്ങുമില്ല. യഹോവ നിൻ്റെ പരിപാലകൻ. യഹോവ നിൻ്റെ വലത്തുഭാഗത്ത് നിനക്ക് തന്നാൽ പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കില്ല. യഹോവ ഒരു ദോഷം തട്ടാതവണ്ണം നിന്നെ പരിപാലിക്കും. യഹോവ നിൻ്റെ ഗമനത്തെ ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും. അപ്പം നമുക്ക് ക്രൈസിസസിനൊക്കെ വേണം. നമുക്ക് ക്രൈസിസസിൽ വിശ്വസിക്കുമ്പോൾ പുള്ളിംഗ്ടൺ സ്റ്റോൾസ് നാമിനെ അടിമത്തിൽ കൂടി വരും. നമുക്ക് കോൺഫിഡൻസ് ധാരാളമായിട്ട് എന്ത് ചെയ്യും? പുള്ളിംഗ്ടൺ സ്റ്റോൾസ് ക്യാൻഷ്യൻ ഓൺ ഇമാജിനേഷൻസ് ലിവിംഗ് ഗോഡ് ഹോഗീസ് റിച്ച്ലി ആൾട്ടിങ്സ് ഇൻ ക്രൈസിസസിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്യുമ്പോൾ, ക്രൈസിസസിൽ വിശ്വസിച്ച് നമ്മൾ മുന്നേറുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് ധാരാളമായിട്ടുണ്ടാവും. യഹോവ നിൻ്റെ പരിപാലകൻ. യഹോവ നിൻ്റെ വലത്തുഭാഗത്ത് നിനക്ക് തന്നാൽ പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കില്ല. അതായത് സൂര്യാഘാതം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ബാധിക്കാതെ ക്രിസ്തീസ് നമ്മളെ കാത്തുകൊള്ളുന്നു. പാമ്പുകടിയിൽ നിന്ന് രക്ഷിക്കാൻ അദ്ദേഹം ശക്തനാണ്. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും ബാധിക്കില്ല. യഹോവ ഒരു ദോഷം തട്ടാത്തവണ്ണം. പുള്ളിംഗ്ടൺ സ്റ്റോൾസ്. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കില്ല. യഹോവ ഒരു ദോഷം തട്ടാത്തവണ്ണം നിന്നെ പരിപാലിക്കും. യഹോവ നിൻ്റെ ഗമനത്തെ ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും. പുള്ളിംഗ്ടൺ സ്റ്റോൾസ്. അതായത് ഈ ഗമനം ആഗമനം. പുള്ളിംഗ്ടൺ സ്റ്റോൾസ് ക്യാൻഷ്യൻ ഓൺ ഇമാജിനേഷൻസ് സ്റ്റാൻഡ് ഫാസ്റ്റ് ആൻഡ് ലിബർട്ടി ഓർത്ത് ക്രൈസിസ് മെഡ് ഫ്രീ ആൻഡ് ബി നോട്ട് എൻഡേങ്കിൾഡ് അഗൈൻ വിത്ത് യോക്കപ്പുണ്ട്. ഗമനം ആഗമനം. ആഗമനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗമനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോക്ക്. ആഗമനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വരവ്. പുള്ളിംഗ്ടൺ സ്റ്റോൾസ് ഫോർ ബദനി ഹോൻ കൽബട്ടി. യഹോവന്റെ ഗമനത്തെ ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും. പുള്ളിംഗ്ടൺ സ്റ്റോൾസ്. ഗമനത്തെ ആഗമനത്തെ മനസ്സിലാവുന്നുണ്ടോ? അപ്പം യഹോവ പുള്ളിംഗ്ടൺ സ്റ്റോൾസ് ക്യാൻഷ്യൻ ഓൺ ഇമാജിനേഷൻസ് നമ്മളെ മൂലഭാഷയിൽ വായിക്കുമ്പോഴത്തേക്കും ഫോർ ബദനി ഹോൻ കാണ്ടർ ലിബർട്ടി ആസ്ട്രി പീസ് ടു ഫോർ ബദനി ഹോൻ കൽബട്ടി യാഹ്വേ എന്നാണ് വായിക്കുന്നത്. പുള്ളിംഗ്ടൺ സ്റ്റോൾസ് ക്യാൻഷ്യൻ ഓൺ ഇമാജിനേഷൻസ്. അപ്പോൾ യാഹ്വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ നിയമത്തിൽ വെളിപ്പെട്ട അതേ ദൈവം തന്നെയാണ്. പുള്ളിംഗ്ടൺ സ്റ്റോൾസ് വേർഡ് ബിക്കെയിം ഫ്ലഷ്. അല്ലെങ്കിൽ പുള്ളിംഗ്ടൺ സ്റ്റോൾസ് ആസ്ട്രി പീസ് ടു വചനം ജഡമായി തീർന്നു. ക്രൈസിസസ് നമുക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്ത് ജനിച്ചത്. പുള്ളിംഗ്ടൺ സ്റ്റോൾസ് ക്യാൻഷ്യൻ ഓൺ ഇമാജിനേഷൻസ്. ക്രൈസിസസ് നമുക്ക് വേണ്ടി ജനിച്ചു, നമുക്ക് വേണ്ടി അത്ഭുത പ്രവർത്തികൾ ചെയ്തു, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു,
നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നു. ക്രൈസ്റ്റ് ജീസസ് നമ്മളെ ഈവിൾ വേൾഡിൽ നിന്ന് രക്ഷിക്കാനായിട്ട് വീണ്ടും കടന്നു വരും. ലിവിംഗ് ഗോഡ് ഹൂ ഗീസ് റിച്ച്ലി ആൾട്ടിങ് സെഞ്ചർ എവരി ഗുഡ് ഗിഫ്റ്റ് ആൻഡ് ഒരു പെർഫെക്റ്റ് ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം എബവ് ദ ഫാദർ ഓഫ് ലൈറ്റ്സ്. യഹോവന്റെ ഗമനത്തെ ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. പുള്ളിങ് ഡൗൺ ഓഫ് സ്റ്റാൻഡ് ഫാസ്റ്റ് ആൻഡ് ലിബർട്ടി എർത്ത് stand fast and liberty earth crisis ministry and be not entangled again with the yoke of bondage. For brethren, you have called on liberty. Every good gift and every perfect it is coming from above the Father of lights. Living God who gives richly alting century. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. God is not the other confusion but a peace. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കില്ല. യഹോവ ഒരു ദോഷം തട്ടാതെ നിന്നെ പരിപാലിക്കും. യഹോവ നിന്റെ യഹോവ ഒരു ദോഷം തട്ടാതെ നിന്നെ പരിപാലിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ബസ്സിൽ പോകുമ്പോഴും മറ്റ് അനർത്ഥങ്ങളും അതുപോലെ തന്നെ മറ്റ് ആക്സിഡൻ്റ് ഒന്നും സംഭവിക്കാതെ പുള്ളിങ് ഡൗൺ സ്നോൾസ് കാസിനോഡ് ഇമേജിനേഷൻസ് കലഹത്തിലോ അല്ലെങ്കിൽ റയറ്റ്സിലൊന്നും അകപ്പെടാതെ നമ്മുടെ സന്തോഷത്തിനൊന്നും ഒരു കോട്ടവും തട്ടാതെ എവരി ഗുഡ് ഗിഫ്റ്റ് ആൻഡ് ഒരു പെർഫെക്റ്റ് ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം എബവ് ദ ഫാദർ ഓഫ് ലൈറ്റ്സ് ലിവിംഗ് ഗോഡ് ഹൂ ഗീസ് റിച്ച്ലി ആൾട്ടിങ് സെഞ്ചർ. യഹോവ ഒരു ദോഷം തട്ടാതെ നിന്നെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെ ആഗമനത്തെ ഇന്നു മുതൽ എന്നേക്കും പുള്ളിങ് ഡൗൺ സ്നോൾസ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് സ്വാതന്ത്ര്യത്തിനെ ക്രിസ്തുമായി സ്വതന്ത്രമാക്കി ആകയാൽ ഉറച്ചു നിൽപ്പിൻ, നാം പിന്നെ അടിമത്തിൽ കൂടി പോരുത്. ഗോഡ് ഈസ് നോട്ട് ദി അതർ കൺഫ്യൂഷൻ ബട്ട് എ പീസ് ആസ് ഫ്രീ പീസ് യു. സ്വാതന്ത്ര്യത്തിനെ ക്രിസ്തുമായി സ്വതന്ത്രമാക്കി ആകയാൽ ഉറച്ചു നിൽപ്പിൻ, നാം പിന്നെയും അടിമത്തിൽ കൂടി പോരുത്. സ്റ്റാൻഡ് ഫാസ്റ്റ് ആൻഡ് ലിബർട്ടി എർത്ത് ക്രൈസ്റ്റ് മിനിസ്ട്രി, നാം പിന്നെ അടിമത്തിൽ കുടുങ്ങി പോരുത്. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന വെച്ചാൽ എന്താണ്? നമുക്ക് വീണ്ടും ചിന്തിക്കാം. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കല്ലേ. യഹോ ഒരു ദോഷം തട്ടാതോണം നിന്നെ പരിപാലിക്കും. യഹോ നിന്റെ ഗമനത്തെ ആഗമനത്തെ ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. പുള്ളിങ് ഡൗൺ ഓഫ് നാം ഇനി അടിമത്തിൽ കുടുങ്ങി പോരുത്. ഫോർ ബദൻ യു ഹാവ് കാൾഡ് ഓൺ ലിബർട്ടി. അപ്പോൾ എന്താണ് നമ്മൾ വായിക്കുന്നത്? പുള്ളിങ് ഡൗൺ സ്റ്റോൺസ് കാസ്റ്റിംഗ് ഡൗൺ ഇമേജിനേഷൻസ്. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കില്ല. യഹോ ഒരു ദോഷം തട്ടാതെ നിന്നെ പരിപാലിക്കും. യഹോ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. എക്സീഡിങ് ചെയ്യും. ഡു നോട്ട് സി അപ്പർ പുള്ളിങ് ഡൗൺ സ്റ്റോൺസ് കാസ്റ്റിംഗ് ഡൗൺ ഇമേജിൻ പുള്ളിങ് ഡൗൺ സ്റ്റോൺസ് കാസ്റ്റിംഗ് ഡൗൺ ഇമേജിനേഷൻസ്. നാം ഇനി അടിമത്തിൽ കൂടി വരുന്നത്